മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ലെറ്റർ പാഡ് തിരുത്തി വ്യാജരേഖയുണ്ടാക്കി സോളാർ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ഇന്ന് വിധി പറയും. സോളാർ കേസിലെ മുഖ്യപ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ഈ കേസിലെയും മുഖ്യപ്രതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പ്രതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. ഇതിന് നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പ്രതിക്ക് കത്തയച്ചത് ദുരുപയോഗപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കത്ത് വന്ന മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡ് തിരുത്തി ഇവരുടെ കമ്പനിയുടെ സോളാർ പദ്ധതി സർക്കാർ അംഗീകാരമുള്ളതാണെന്ന് വ്യാജമായി എഴുതി ചേർത്ത് പ്രചരിപ്പിച്ചു. 75 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. വനിതാ മതിലിന് പിന്തുണയുമായി തെരുവുകളിൽ ആവേശം വിതറി വനിതകളുടെ കലാജാഥ. ശാസ്ത്രബോധം, സമത്വം, ലിംഗനീതി എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കണ്ണൂർ ജില്ലയിലാണ് നവോത്ഥാന വനിതാ കലാജാഥ പര്യടനം നടത്തുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് കലാജാഥ സംഘടിപ്പിച്ചത്. ആചാരമതിലുകൾ തകർത്തെറിഞ്ഞ് നവോത്ഥാനത്തിന്റെ പെൺമതിൽ കെട്ടിപ്പടുത്തുയർത്തും എന്ന കലാകാരികളുടെ പ്രഖ്യാപനം ആവേശത്തോടെയാണ് നാട് സ്വീകരിക്കുന്നത്. ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് കേരളം താണ്ടിയ വഴികളും ത്യാഗോജ്വലമായ പോരാട്ടങ്ങളും ഓർമ്മപ്പെടുത്തുന്ന കലാജാഥയാണ് കയ്യടികൾ നേടി മുന്നേറുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും ഉൾപ്പെടെയുള്ളവർ കേരളത്തിന് പകർന്നു നൽകിയ നവോത്ഥാന മൂല്യങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും അരമണിക്കൂറോളം നീളുന്ന സംഗീത ശില്പം വിളംബരം ചെയ്യുന്നു. ഇത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കേരളം എത്ര ഉയർത്തി നിന്നാലും സ്ത്രീകൾ ഇപ്പോഴും താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും സ്ത്രീകൾ മുൻപോട്ട് വന്ന് അത് ഉയർത്തി നിൽക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിലെ 10 കേന്ദ്രങ്ങളിലാണ് കലാജാഥയുടെ അവതരണം. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ജനുവരി 1 വനിതാ മതിലിൽ അണിചേരുമെന്ന് കലാജാഥയ്ക്ക് പ്രോത്സാഹനവുമായി എത്തിയവരും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. എറണാകുളം ജില്ലയിലും വനിതാ മതിൽ വൻ വിജയമാക്കാനുള്ള അന്തിമ ഒരുക്കത്തിലാണ് സംഘാടകർ. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ, CPIM പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, ഡോക്ടർ M ലീലാവതി, KPSC ലളിത, റിമ കല്ലുങ്കൽ, ഗീതു മോഹൻദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ കൊച്ചിയിൽ വനിതാ മതിലിന്റെ ഭാഗമാകും. അങ്കമാലിക്കടുത്ത് പൊങ്ങം മുതൽ അരൂർ വരെ 49 കിലോമീറ്റർ വരും വനിതാ മതിലിന്റെ എറണാകുളം ജില്ലയിലെ നീളം. ഇതിൽ 3 ലക്ഷം വനിതകൾ അണിനിരക്കും. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകൾ ഇതിന്റെ ഭാഗമാകും. വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ ജില്ലയിലെ ആദ്യ കണ്ണിയാകും. ഇടപ്പള്ളിയാണ് പ്രധാന കേന്ദ്രം. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, ഡോക്ടർ M ലീലാവതി, KPSC ലളിത, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, കവയത്രി വിജയലക്ഷ്മി, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ വനിതാ മതിലിൽ അണിനിരക്കും. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ പറഞ്ഞു. ലീലാവതി ടീച്ചർ ആ പരിപാടിക്കകത്ത് ഇടപ്പള്ളി പങ്കെടുക്കും. പിന്നെ KPSC ലളിത, കവയത്രിയായിട്ടുള്ള വിജയലക്ഷ്മി, ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ, റിമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, ഗായത്രി തുടങ്ങിയിട്ടുള്ള വിവിധ രംഗങ്ങളിലുള്ള സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. തനൂജ ഭട്ടതിരിക്ക തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം ഈ പരിപാടി പങ്കെടുക്കും. യുവതികളുടെ ഇരുചക്ര റാലി, കരോൾ, കൂട്ടയോട്ടം, ഫ്ലാഷ് മോബ്, തെരുവ് നാടകം, വിളംബരജാഥകൾ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ സംഘടിപ്പിച്ചിരുന്നു. 29 രാത്രി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ നൈറ്റ് വാക്ക് സംഘടിപ്പിക്കും. ജില്ലയിലെ 101 കേന്ദ്രങ്ങളിലാണ് വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം സ്ത്രീകളുടെ രാത്രി നടത്തം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്ത്രീകളുടെ പ്രതിരോധത്തിന്റെയും ആത്മബോധത്തിന്റെയും പ്രതീകമാണ് വനിതാ മതിലെന്ന് പ്രശസ്ത ഭാഷാ ഗവേഷകനും എഴുത്തുകാരനും കണ്ണൂർ സർവകലാശാല ഡോക്ടർ PK രാജൻ, ക്യാമ്പസ് ഡയറക്ടറുമായ ഡോക്ടർ AM ശ്രീധരൻ പറഞ്ഞു. സഹോദരിയെ കൽത്തുറുങ്ങിൽ അടച്ച കംസന്റെ പാരമ്പര്യം തുടരുന്നവരാണ് വനിതാ മതിലിനെ എതിർക്കുന്നത്. സ്ത്രീകൾക്ക് ചുറ്റും ഉയരുന്ന പ്രതിലോമ മതിലുകളെ പ്രതിരോധിക്കാൻ വനിതാ മതിൽ ഉയരണമെന്നും ഡോക്ടർ AM ശ്രീധരൻ പറഞ്ഞു. കേരളത്തിലെ സ്ത്രീകളുടെ സംഘബോധത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതിരോധ വീര്യത്തിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ ഈ മതിൽ. പുതിയ കാലഘട്ടത്തിൽ വികലമായ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മതബോധത്തിൻ്റെയും പ്രത്യയശാസ്ത്രബോധത്തിൻ്റെയും ഒക്കെ മതിലുകൾ ഉയരുന്നുണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തെ, നാം നേടിയെടുത്ത നവോത്ഥാനത്തെ, ആധുനികതയെ പിന്നയിക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ്. ഇവർ യഥാർത്ഥത്തിൽ
കംസന്റെ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. സ്വന്തം പെങ്ങളെ തുറുങ്കിലടച്ച ആളാണ് കംസൻ. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം, നമ്മൾ സ്ത്രീകളെ വിമോചിപ്പിച്ച കൃഷ്ണന്റെ പാരമ്പര്യം പിന്തുടരണമോ, തുറുങ്കിലടച്ച കംസന്റെ പാരമ്പര്യം പിന്തുടരണമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ മതിലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രതീകമാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സ്ത്രീയുടെ സംഘശക്തി കൊണ്ട്, സ്ത്രീയുടെ ആത്മവീര്യം കൊണ്ട് അവർക്ക് ചുറ്റും ഉയരുന്ന മതിലുകളെ, പ്രതിരോധങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മതിൽ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുവ വനിതാ സംരംഭകർക്കായി കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ജ്വാല പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെയും കൈരളിയുടെ ജ്വാല പുരസ്കാരത്തിന്റെയും പ്രസക്തി വിളിച്ചോതുന്ന പ്രൗഢമായ ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. സാമൂഹ്യോന്മുഖ യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാരം ദിവ്യ തോമസിനും, നവാഗത യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാരം പൂർണിമ വിശ്വനാഥിനും, മുഖ്യധാര യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാരം ബിസ്മി ബിനുവിനും മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി സമ്മാനിച്ചു. ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിത തൃശൂർ ചേറ്റുവ സ്വദേശിനി രേഖ കാർത്തികേയൻ ഏറ്റുവാങ്ങി. വനിതകളുടെ പദവിക്കും അന്തസ്സിനുമെതിരെ വെല്ലുവിളികൾ ഉയരുന്ന കാലത്ത് ജ്വാല പുരസ്കാരങ്ങൾ നൽകാനുള്ള കൈരളിയുടെ തീരുമാനം അഭിനന്ദനാർഹമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. വനിതകളുടെ പദവിക്കും അന്തസ്സിനുമെതിരെ വെല്ലുവിളികൾ ഉയരുന്ന കാലത്ത് ഇത്തരമൊരു പുരസ്കാരം നൽകാനുള്ള കൈരളിയുടെ തീരുമാനം തികച്ചും അഭിനന്ദനാർഹമാണ്. സ്ത്രീകൾക്ക് അർഹമായ അംഗീകാരവും ആദരവും ലഭിക്കണമെന്ന വിശാലമായ കാഴ്ചപ്പാടും കൈരളി ഉയർത്തിപ്പിടിക്കുന്നു. സീരിയൽ വലയിൽ കുടുങ്ങി കരയുകയും പിഴിയുകയും ചെയ്യേണ്ടവരല്ല സ്ത്രീകൾ എന്ന ആശയം ഇക്കാലത്ത് ഒരു ദൃശ്യമാധ്യമത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് അഭിനന്ദനാർഹവും ആശ്വാസകരവുമാണ്. ചടങ്ങിൽ കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തി. കൈരളി TV ഡയറക്ടറും LDF കൺവീനറുമായ A വിജയരാഘവൻ, ഡയറക്ടർമാരായ TR അജയൻ, MM മോനായി, AK മൂസമാഷ്, ജൂറി ചെയർമാൻ G വിജയരാഘവൻ, അംഗം ലക്ഷ്മി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ജ്വാല അവാർഡിന്റെ സ്പോൺസർമാരെ ആദരിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൈരളി പീപ്പിൾ ജ്വാല പുരസ്കാര വിതരണ ചടങ്ങ് നന്മ നിറഞ്ഞ നിരവധി മുഹൂർത്തങ്ങൾക്കും വേദിയായി. പുരസ്കാര ജേതാക്കൾ 4 പേരും മഹാനടനിൽ നിന്ന് അംഗീകാരം ഏറ്റുവാങ്ങാനായതിന്റെ സന്തോഷത്തിലായിരുന്നു. കൈരളി ചെയർമാൻ പത്മശ്രീ ഭരത് മമ്മൂട്ടിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയതിനേക്കാൾ മഹാനടനെ നേരിൽ കാണാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ വലിയ ഭാഗ്യമെന്ന് പ്രത്യേക പുരസ്കാരത്തിനർഹയായ രേഖ പറഞ്ഞപ്പോൾ സദസ്സ് ഒന്നടങ്കം ഏറ്റെടുത്തു. എനിക്ക് ആദ്യം മമ്മൂക്കയെ കണ്ടപ്പോഴാണ് കൂടുതൽ വളരെ സന്തോഷമായത്. കാരണം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എന്താ പറയുക, സിനിമാ നടന്മാരിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇവരെ 3 ആളെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആൾക്കാരുള്ളൂ. അപ്പോൾ ആളെ കണ്ടതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം. കാരണം എനിക്ക് അംഗീകാരം കിട്ടിയതല്ല, ആളെ കണ്ടതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം. തന്റെ പ്രിയപ്പെട്ടവർക്ക് ഹായ് പറയണമെന്ന് രേഖ ആവശ്യപ്പെട്ടപ്പോൾ മമ്മൂട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: കൈരളി ക്യാമറ ഒന്നിങ്ങോട്ട് തിരിക്കണേ. സന്തോഷായി, റഷീദ് ഹായ്. സാമൂഹ്യോന്മുഖ യുവ സംരംഭകയ്ക്കുള്ള പുരസ്കാരത്തിനർഹയായ ദിവ്യ തോമസ് നെറ്റിപ്പട്ടം ആലേഖനം ചെയ്ത പേപ്പർ ബാഗ് മമ്മൂട്ടിക്ക് സമ്മാനിച്ചു. പ്രളയ അതിജീവനത്തിന്റെ പ്രതീകമായ ചെക്കുട്ടിപ്പാവ ആദ്യ ജ്വാല അവാർഡ് ജേതാവും വ്യവസായ സംരംഭകയുമായ ലക്ഷ്മി മേനോൻ സമ്മാനിച്ചത് കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ
മുഖ്യധാര യുവസംരംഭകയ്ക്കുള്ള പുരസ്കാരത്തിനർഹയായ ബിസ്മി ബിനു പങ്കുവച്ചത് മഹാനടനും കൗതുകമുണർത്തി. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വേദിയിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. മമ്മൂക്കായുടെ നിന്ന് ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിലും വലിയൊരു ഭാഗ്യമാണ് മമ്മൂക്കായുടെ പ്രൈസ് ദി ലോർഡ് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിൽ എനിക്ക് റോസ് ഗാർഡനിലെ ചെടികൾ കൊടുക്കാൻ കഴിഞ്ഞത്. തോപ്പിൽ ജോപ്പൻ സിനിമയുടെ ഷൂട്ടിങ്ങും റോസ് ഗാർഡൻ്റെ ഫ്രണ്ട് വശമായിരുന്നു എടുത്തിരുന്നത്. രേഖ കാർത്തികേയന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിലേക്കായി 1 ലക്ഷം രൂപ OV മുസ്തഫ വേദിയിലെത്തി പ്രഖ്യാപിച്ചത് ചടങ്ങിന്റെ നന്മ പൂക്കുന്ന കാഴ്ചയായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനുഷികമാണ് കൈരളി ടിവിയുടെ എല്ലാ പുരസ്കാരങ്ങളുമെന്ന് മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ ഭരത് മമ്മൂട്ടി. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ജ്വാല പുരസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കൈരളി ടിവി മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ജോൺ ബ്രിട്ടാസും പറഞ്ഞു. ജ്വാല പുരസ്കാര ചടങ്ങിനിടെയായിരുന്നു ഇരുവരുടെയും പ്രതികരണം. സമൂഹത്തിൽ പല വിപ്ലവകരമായ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് സ്ത്രീകളാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടി തന്റെ വാക്കുകൾ ആരംഭിച്ചത്. കൈരളി ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അവാർഡുകളും നമ്മുടെ വലിയ അവാർഡ് നിശകളെക്കാളും എത്രത്തോളം മാനുഷികമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നത്തെ ദിവസം. എല്ലാ ദിവസങ്ങളെയും പോലെ ഇന്നത്തെ ദിവസം. എനിക്ക് ഇവരെ പറ്റി 2 നല്ല വാക്ക് പറയുന്നതിനപ്പുറത്തേക്കൊന്നും നിങ്ങളെ കള്ളം പറഞ്ഞ് ബോധ്യപ്പെടുത്താനില്ല. കാരണം അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് അവരെ പറ്റി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. 4 പുരസ്കാര ജേതാക്കളെക്കുറിച്ചും അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളാണ് മലയാളത്തിന്റെ മഹാനടൻ നടത്തിയത്. ത്രില്ലർ സിനിമ കാണുന്നത് പോലെയാണ് ആഴക്കടലിൽ നീന്താൻ ലൈസൻസ് ലഭിച്ച രേഖയുടെ ജീവിതമെന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ഒരു അഭ്രപാളിയിലെ നായകന്റെ വാക്കുകൾക്ക് കാതോർക്കുന്നത് പോലെ സദസ്സും വേദിയും കേട്ടിരുന്നു. സ്ത്രീകള് ശാരീരികാധ്വാനം അബലകളാണ്. ശരീരം കൊണ്ട് പുരുഷന്മാർ അധ്വാനിക്കുന്ന പോലെ അധ്വാനിക്കാൻ പറ്റില്ല. യുദ്ധം ചെയ്ത പെണ്ണുങ്ങൾ ശരീരം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശാരീരിക കായിക ബലം സ്ത്രീകൾക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞ പല മീശക്കാരും കൊമ്പന്മാരും ഒക്കെ വിചാരിക്കുന്നുണ്ട്. ഈ നമ്മുടെ കറുത്തമ്മയെ കൊണ്ടൊന്ന് നോക്ക്, വിവരം അറിയപ്പോൾ 2 അണ്ണന്മാരും കിടന്നുറങ്ങുമ്പോൾ ഒച്ച വെച്ചാണെങ്കിലും മാറ്റിയ, അല്ലെങ്കിൽ ഇടിച്ചു തകർന്ന ആളിവിടെ അവാർഡ് വാങ്ങിക്കാനുണ്ടാവില്ലായിരുന്നു. ഈ രാത്രി പാതിരാക്കും അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്നല്ല, അതൊരു വേറെ വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത്യത്യം എന്ന് പറയാം. എനിക്ക് രേഖയുടെ ഈ സാഹസികത നമുക്കൊരു സിനിമ കാണുന്ന പോലെ തോന്നിയില്ലേ? ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെ രാത്രി രേഖ കടലിൽ പോകുന്നു, കാറ്റും മഴയും, ബോട്ട് വരുന്നു, ബോട്ട് ഇപ്പം ഇടിക്കും, അയാൾ അടിച്ച് ഭയങ്കര സ്പീഡിൽ വരികയാണ്. അങ്ങനത്തെ ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെ നമ്മളൊക്കെ എന്താണ്. പക്ഷേ അതിൻ്റെ രേഖയുടെ പ്രസന്റേഷൻ, രേഖ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ലോകം അതിദ്രുതഗതിയിൽ മാറുമ്പോൾ കേരളം അപകടകരമായ അവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത് എന്ന് വർത്തമാനകാലത്തിലെ ഒരു സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കൈരളി ടിവി MD ജോൺ ബ്രിട്ട സംസാരിച്ചത്. ഒരു ചിറ്റൂരുള്ള ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ ചൊവ്വയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശീലനത്തിലാണ്. ആ സമയത്താണ് ഇവിടെ നമ്മൾ ഈ ആചാരമാണോ വേണ്ടത്, ആ മാമൂലാണോ വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം എത്ര ദ്രുതഗതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ലോകത്തിൻ്റെ മഹാത്ഭുതങ്ങളിൽ ഒന്നായ, അല്ലെങ്കിൽ അമർത്യാസൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിക്കുന്ന ഭൂമികയായ കേരളത്തിൽ നമ്മൾ വിഹരിക്കുന്ന ഈ സാമൂഹ്യ വിവക്ഷയുടെ ഒരു വലിയ ഒരു അപകടകരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഒരു വിഷയത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ജ്വാല പുരസ്കാരത്തിന്റെ പ്രസക്തിയും കേരളത്തെ പിന്നോട്ടു നടത്താൻ ശ്രമങ്ങൾ നടക്കുന്നതും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പുരസ്കാരദാന ചടങ്ങ് അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേഘാലയയിൽ കൽക്കരി ഖനിയിൽ 15 തൊഴിലാളികൾ കുടുങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുമ്പോൾ ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ നാവികസേന 15 മുങ്ങൽ വിദഗ്ധരെ അയച്ചു. ഖനിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് കളയുന്നതിന് വേണ്ടി 10 ഹെവി പമ്പുകൾ നിരവധി ട്രക്കുകളിലായി ഈസ്റ്റ് ജയൻഷയിൽ എത്തിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയെ സഹായിക്കുന്നതിനായി നാവികസേന മുങ്ങൽ വിദഗ്ധരെ വിശാഖപട്ടണത്തു നിന്നും എത്തിച്ചു. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഖനിയിൽ 70 അടിയോളം ഉയരത്തിൽ വെള്ളം നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം വിഫലമാക്കിയത്. ഈ മാസം 13-നാണ് തൊഴിലാളികൾ ഖനിയിൽ കുടുങ്ങിയത്. കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിന്റെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ നിർവഹിച്ചു.
ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന അടൂരിന്റെ മണ്ണിൽ കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിന്റെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. 6 ലക്ഷം കുട്ടികൾ പങ്കെടുത്ത വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെയും അതിജീവനത്തിനെയും അനുസ്മരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും ഫ്ലോട്ടുകളും ഘോഷയാത്രയിൽ ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കുട്ടികളുടെ ചിന്തകളെയും ഭൗതിക നിലവാരത്തെയും മുരടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ കുട്ടികളെ ചിന്തയൊക്കെ മുരടിപ്പിക്കാൻ, ഈ വളർച്ചയെ പിന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. സമ്മേളനത്തിൽ വീണ ജോർജ് MLA, CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്, ബാലതാരം അഭിനി ആദി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 10 വയസ്സിനിടെ 10ലധികം ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് വയനാട് മുട്ടിൽ സ്വദേശി രജിലേഷിന്റെ മകന് ഇരുവൃക്കകൾ തകരാറിലായതോടെ മൂത്രമൊഴിക്കാൻ പോലും കഴിയില്ല. ഈ ബാലന് ചികിത്സയ്ക്കായി ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. 1.5 വയസ്സുള്ളപ്പോഴാണ് അഭിനന്ദിനെ രോഗം പിടികൂടിയത്. പഴുപ്പ് ബാധിച്ചതിനാൽ വൃക്കകളിലൊന്ന് നേരത്തെ നീക്കം ചെയ്തു. ഇപ്പോൾ 2ാമത്തേതും തകരാറിലായി. മൂത്രമൊഴിക്കാൻ പോലും ആകുന്നില്ല. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഇപ്പോൾ വയറിന്റെ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ മൂത്രം പോകുന്നു. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കണം. ചികിത്സയ്ക്കായി 20 ലക്ഷത്തോളം രൂപ ആവശ്യമായി വരും. എന്തു ചെയ്യണമെന്ന് ഈ നിർധന കുടുംബത്തിന് അറിയില്ല. അപ്പോൾ മൂത്രം പോവാത്തത് കൊണ്ടാണ് 2ാമത്തെ ഇപ്പം ചെയ്യേണ്ട വന്നത്. എന്നിട്ടും ചെയ്തിട്ടും മൂത്രം പോകുന്നില്ല. നേരെ അവർ ട്യൂബ് ഇട്ട് സൈഡിൽ കൂടി ട്യൂബ് ഇട്ടപ്പം മൂത്രം എടുത്തു കളഞ്ഞ്. ഇവൻ നല്ല ഇവന് ആകെ ഡേഞ്ചർ, അങ്ങനെ പറയാം, മോനെ കിട്ടൂല എന്ന് പറഞ്ഞു എന്നോട്. ഏത് സമയം എന്തോ സംഭവിക്കാമെന്ന് ഡോക്ടർ. ഒന്നിക്ക് ഡയാലിസിസ് ഇവന് ആരോഗ്യമില്ലാത്തതിനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് പല മരുന്നും പരീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ. ആ മരുന്നിൻ്റെ മുകളിൽ രക്ഷപ്പെട്ടാൽ നോക്കാൻ വെക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കിഡ്നി പെട്ടെന്ന് മാറ്റി വെക്കണമെന്ന്. ഒരു ദിവസം മരുന്നിന് തന്നെ 500 രൂപയിലധികം ചെലവുണ്ട്. ഓട്ടോ തൊഴിലാളിയാണ് രജിലേഷ്. സഹായങ്ങളില്ലെങ്കിൽ ഈ കുഞ്ഞിന് മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമാവും. കാരുണ്യം തേടുകയാണ് കുടുംബം. രജിലേഷിന്റെ പേരിലുള്ള ഫെഡറൽ ബാങ്ക് കൽപ്പറ്റയിലെ ഈ അക്കൗണ്ട് നമ്പറിൽ നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാം. അക്കൗണ്ട് നമ്പർ 13400100127408. IFSC നമ്പർ FDRL 0001345. ന്യൂസ് ബ്യൂറോ, വയനാട്. വനിതാ മതിലിന് പിന്തുണ അറിയിച്ച് CK ജാനു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CK ജാനു കൂടിക്കാഴ്ച നടത്തി. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ വനിതാ മതിലിൽ സജീവമായി പങ്കെടുക്കുമെന്ന് CK ജാനു അറിയിച്ചു. ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിന് പിന്തുണ അറിയിക്കാനാണ് CK ജാനു കോഴിക്കോടെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. CK ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയുമായി സഹകരിപ്പിക്കാൻ LDF യോഗം തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ വനിതാ മതിലിൽ സജീവമായി പങ്കെടുക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം CK ജാനു അറിയിച്ചു. ജനുവരി 1-ാം തീയതി നടക്കാൻ പോകുന്ന മതിലിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഈ മതിലുമായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ജില്ലയിൽ നിന്നും നമ്മുടെ ആളുകൾ മതിലിനോടൊപ്പം സഹകരിക്കാനുള്ള നിലപാടെടുത്തിട്ടുണ്ട്. പാർട്ടിയെ LDFുമായി സഹകരിപ്പിക്കാനുള്ള തീരുമാനത്തെ പോസിറ്റീവായാണ് കാണുന്നത്. മുന്നണി സഹകരണം സംബന്ധിച്ച് തിങ്കളാഴ്ച കോഴിക്കോട് ചേരുന്ന JRP യോഗം തീരുമാനമെടുക്കുമെന്നും CK ജാനു പറഞ്ഞു. ഒരു പോസിറ്റീവായിട്ടുള്ള നിലപാടായിട്ടാണ് ശരിക്കും ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തുന്ന ആളുകളിൽ നടക്കും. ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് തിങ്കളാഴ്ച ഈ സഹകരിപ്പിക്കൂ എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ച ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കാനുണ്ട്. തിങ്കളാഴ്ച ഈ ചർച്ച നടക്കുന്നതിനോടുകൂടി കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലെത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.